എങ്ങോട്ടാ ഈ ആടുകൾ പോകുന്നത്? അങ്ങോട്ട് പോവാൻ അങ്ങോട്ട് പോവാൻ എങ്ങോട്ടായി പോകുന്നത്? കൂട്ടിലോട്ട് പോവാൻ കൂട്ടിലോട്ട് നമ്മുടെ ഞൊണ്ടനമാൽ വീണു. വാ ഓടി വാ. അമാലെ അമാലെ എഴുന്നേക്ക് എഴുന്നേക്ക് അമാലെ. എങ്ങനെയാ വീണത്? എന്താ സംഭവിച്ചത്? ഭാര്യയും മക്കളുമില്ല, പിന്നെ ആർക്ക് വേണ്ടിയാ കിടന്ന് കഷ്ടപ്പെടുന്നത്? എന്തെങ്കിലും സഹായം ചെയ്താൽ അവൻ ഇഷ്ടപ്പെടുകയില്ല. ഇതെന്ത് പറ്റിയ മാലിന്? എഴുന്നേക്ക്. വേണ്ട, ആരും എന്നെ സഹായിക്കണ്ട. എനിക്ക് ആരുടെയും സഹായം വേണ്ട. വയ്യാത്ത കാലും വെച്ച് വടിയും കുത്തിപ്പിടിച്ച് എത്ര കാലം അമാലെ നീ കഷ്ടപ്പെടുന്നേ? അതിന് നിങ്ങൾക്ക് എന്താ? ഞാൻ കഷ്ടപ്പെട്ടോളാം. എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഈ ലോകത്തിൽ നരകിച്ച് ജീവിക്കാനാ എന്റെ വിധി. നീ ഇങ്ങനെ നിരാശപ്പെടാതെ അമാൽ. എനിക്കാരുമില്ല, എനിക്കാരുമില്ല. നിനക്ക് ഞങ്ങളുണ്ട് അമാൽ, വിഷമിക്കാതെ. നിന്റെ ആടുകളെ ഞങ്ങൾ നോക്കിക്കോളാം, നീ ഒന്നും ചെയ്യണ്ട. നിന്റെ കാര്യവും ഞങ്ങൾ നോക്കിക്കോളാം. എഴുന്നേക്കമാലെ, അക്കരയാതെ എഴുന്നേൽക്ക്. എഴുന്നേക്ക്. വേണ്ട, ആരും എന്റെ കാര്യം നോക്കണ്ട. എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. ഈ ഊന്നുവടി മതി എനിക്ക്. ഞാൻ ജീവിച്ചോളാം, ഞാൻ ജീവിച്ചോളാം, ഞാൻ ജീവിച്ചോളാം. ഞങ്ങൾ പറയുന്നത് കേക്ക്. വേണ്ട സഹോദരങ്ങളെ, വേണ്ട. ഒരു ഉപകാരം ചെയ്താ മതി. ഞങ്ങൾ എന്ത് ചെയ്യണം മാലേ? ഈ ഊന്നുവടി ഒടിഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. എനിക്കാരുമില്ല, എനിക്കാരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. ഞാൻ വീണ്ടും എന്താണ് കാര്യം? ഞാനൊരു കാര്യം പറയാം. എന്ത് കാര്യം ഒന്ന് വേഗം പറ. എടാ ഞൊണ്ടനമാലേ, ആടിനെ തീറ്റാൻ പോയിരിക്കുക. ആ തക്കത്തിനെ നമുക്ക് അകത്ത് കയറാം. എടാ അകത്ത് കയറി നമുക്ക് വലുതും കിട്ടുവോ? എടാ 3-4 ദിവസം മുമ്പ് 2 വാഴക്കൊലകളും വെട്ടിക്കൊണ്ട് ഞൊണ്ടൻ വരുന്നത് ഞാൻ കണ്ടതാ. കൂട്ടത്തിൽ മുന്തിരി ഓറഞ്ചും ഉണ്ടായിരുന്നു. ഹായ്, വായി വെള്ളം വരുന്നു. ഇപ്പോഴെല്ലാം നന്നായി പഴുത്തു കാണും. വാ, നമുക്ക് അകത്ത് കയറി നോക്കാം. വേഗം വാടാ. അതെങ്ങടുത്ത് ദൂരെ കളഞ്ഞു വലിച്ചെറിയടാ. പട്ടിയില്ലാത്തത് ഭാഗ്യം. കഥ കൂട്ടിക്ക് ചവിട്ടി പൊളിക്കടാ. ഓ, രക്ഷപ്പെട്ട് കഥ തുറന്നു. വേഗം എവിടെ വെച്ചേക്കുന്ന നേരത്തില് ചുറ്റാൻ മൂലയെ നോക്കടാ. നീ ആ കട്ടിന്റെ അടിയിൽ നോക്കടാ. ഇവിടെ പഴങ്ങളൊന്നും കാണുന്നില്ലടാ. എവിടെയായിരിക്കണോ അത്? ദേടാ പഴക്കൊല. എടാ ആ കുട്ടിയെടുത്ത് എന്റെ തല്ലി വെക്കുക. പിടിച്ചു അങ്ങോട്ട് വെക്കടാ. വേഗം പാടാ, പോവാം. ഓടിച്ചോ ഓടിച്ചോ. എടാ നിക്കാനവിടെ, നിക്കാനവിടെ. എടാ കള്ളക്കൂട്ടങ്ങളെ നിക്കടാ അവിടെ. എടാ എന്റെ പഴം തന്നിട്ട് പോവാൻ. തെമ്മാടി കൂട്ടങ്ങളെ നിക്കാൻ. കള്ളക്കൂട്ടങ്ങളെ എന്റെ പഴമെല്ലാം കൊണ്ടുപോവാണോ? എടാ നിക്കാനവിടെ, എടാ നിക്കാനവിടെ. ഞൊണ്ട ഞൊണ്ടി നടക്കുന്ന മണ്ട 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 മണ്ട
എന്നാലും തണുപ്പ് മാറുന്ന ലക്ഷണമില്ലേ? ആരും കിടന്ന് കരയണ്ട. പച്ച വെള്ളം ഇന്ന് ഒറ്റ എണ്ണത്തിന് തരില്ല. ഞാൻ പോലും ഇന്ന് പട്ടിണിയാണ്. എല്ലാം പെറുക്കിക്കൊണ്ട് ആ കള്ള പിള്ളേര് പോയി. പുലി പോലും എനിക്ക് തിന്നാനില്ല. എല്ലാം പട്ടിണി കടന്നു ഇന്ന്. എന്താ എന്താണ് എന്താണിത്? ഈ പ്രകാശം പാതിരാത്രിയിൽ എവിടുന്നാണ്? എഴുന്നേക്ക് എഴുന്നേക്ക് എല്ലാരും എഴുന്നേക്ക് എഴുന്നേക്ക്. എന്താ 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 എന്ത് പറ്റി? എന്താ പ്രശ്നം? ഒരു വെട്ടം. വെട്ടമോ? എവിടെ എവിടെ? എന്ത് വിളിച്ചത്? കണ്ടു കാണാൻ പറ്റുന്നില്ല. എവിടുന്നത്? വെളിച്ചം കണ്ണിലേക്ക് കുത്തിക്കേറുന്നു. ദാ ഒരു മാലാഹ. ഹായ് മാലാഹ. ഭയപ്പെടേണ്ട. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. നമുക്കൊരു രക്ഷകൻ പറഞ്ഞെന്ന്. രക്ഷകനോ? പറഞ്ഞത് കേട്ടില്ലേ? ക്രിസ്തു. ഞങ്ങൾ എങ്ങനെ ആ രക്ഷകനെ മനസ്സിലാക്കും? ഒരു അടയാളം ഞങ്ങൾക്ക് പറഞ്ഞതാ. ആ രക്ഷകനെ ഞങ്ങൾക്ക് കാണണം. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഞങ്ങൾ ഉടൻ പുറപ്പെടാം. എത്രയും വേഗം ശിശുവിന്റെ അടുത്തെത്താം. അതെ അതെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പുറത്തെന്താ ഒരു ബഹളം? എന്താ സംഭവിച്ചത്? പാട്ടും നൃത്തവും നടത്തി മനുഷ്യനെ ഉറക്കത്തുമില്ല. ആരെ കാണുന്നില്ല. പാട്ടും ബഹളവും കേൾക്കും. ഇവന്മാർക്ക് എന്നെ വട്ടുണ്ടോ? പാതിരാത്രി കടന്നു ഹല്ലേലൂയ പാടാൻ. എന്റെ തോന്നലായിരിക്കും. മാലാഹ പോലും. മാലാഹ. ഇവന്മാർക്ക് ഇത് എന്തു പറ്റി?
ഈ കൊടും മഞ്ഞത്ത് പാട്ടും പാടി നടക്കാൻ ആ പട്ടന്മാര് എവിടെങ്കിലും ചെല്ലട്ടെ. ആ എടാ അമാലേ, അമാലേ, എടാ ഞൊണ്ടനമാലേ, അമാലേ. ആരടാ ആരടാ ഈ പാതിരാത്രിക്ക് മനുഷ്യനെ ഉറക്കത്തുമില്ല? ഇടാ അമാലേ, നീ എഴുന്നേൽക്ക്. നീ അറിഞ്ഞോ, നമുക്കൊരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. രക്ഷകനോ? അതെ, ക്രിസ്തു പിറന്നിരിക്കുന്നു. ആ ദിവ്യശിശുവിനെ കാണുവാൻ പോവാൻ ഞങ്ങൾ വരുന്നോ? നീ ഇല്ല, വരുന്നില്ല. വയ്ക്കോ നിങ്ങൾ നാശങ്ങള്. ദിവ്യശിശുവിനെ കാണുവാൻ ഞങ്ങൾ പോവുകയാ. നിനക്ക് മനസ്സുണ്ടേ വന്നാ മതി. ദിവ്യ ശിശു അവനൊക്കെ സ്വപ്നം കണ്ടതായിരിക്കും. പൊയ്ക്കോ, പോയി കണ്ടു വന്നിട്ട് എന്നോട് പറഞ്ഞാ മതി. അവനാ ഊന്നുവടി കെട്ടിപ്പിടിച്ച് കിടക്കട്ടെ. വീട്ടുകാരെ ഒന്ന് എഴുന്നേൽക്കാമോ? ആരാ ആരാ ഈ പാതിരാത്രിക്ക് കടന്ന് വിളിക്കുന്നത്? വഴി ചോദിച്ചറിയാനാ. ഒന്ന് എഴുന്നേൽക്കണേ. വീട്ടുകാരെ, വീട്ടുകാരെ. ദാ വരുന്നു. ഇന്ന് ഇവന്മാരെന്നെ ഉറക്കത്തുമില്ല. ദിവ്യ ശിശു, ക്രിസ്തു പോലും. നിങ്ങൾ ആരാ? എവിടുന്ന് വരുന്നു? ഞങ്ങൾ പൂർവ്വദേശത്തു നിന്ന് വരുന്നു. പൂർവ്വദേശത്ത് നിന്ന് നിങ്ങൾ എന്തിനാ എന്റെ വീട്ടിൽ വന്നത്? യഹൂദന്മാരുടെ രാജാവ് ഇവിടെ എവിടെയോ ജനിച്ചിരിക്കുന്നു. അത് എവിടെയാണെന്ന് അറിയാമോ? യഹൂദന്മാരുടെ രാജാവോ? എനിക്കൊന്നും അറിയില്ല. രാത്രി ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഞങ്ങൾ പോകട്ടെ. യഹൂദന്മാരുടെ രാജാവോ? ആ, ഏയ്, ഒന്ന് നിൽക്കണേ. എനിക്കൊരു സംശയം. നിങ്ങൾ പറയുന്ന ശിശു ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ചു മുൻപ് കുറെ ആട്ടിടയന്മാർ ദിവ്യ ശിശു ജനിച്ചു എന്നെല്ലാം പറഞ്ഞ് ഇതുവഴി പോയി. എന്നെയും വിളിച്ചു. കാലിന് സുഖമില്ലാത്ത ഞാൻ എങ്ങനെ പോകാനാ? ആ ശിശു തന്നെ യഹൂദന്മാരുടെ രാജാവ്. ആട്ടിടയർ എങ്ങോട്ടാണ് പോയതെന്നറിയാമോ? ഈ വഴി ചെന്നെത്തുന്നത് ബത്ലഹേമിലേക്കാണ്. ഈ വഴിക്കാണ് അവർ ഹല്ലേലൂയായും പാടിപ്പോയത്. ഇത്രയും പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. നമുക്ക് വേഗം പോകാം. ശരി, ഞങ്ങൾ നടക്കട്ടെ. ആ, ഒന്ന് നിൽക്കാവോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്തെല്ലാമാണ്? ഇത് പൊന്ന്. പൊന്നോ? ഇത് മീറ. മീറ? ഇത് കുന്തിരിക്കം. ഞങ്ങൾ ദിവ്യശിശുവിനെ കണ്ടു വണങ്ങിയിട്ട് സമ്മാനമായി കൊടുക്കുവാൻ കരുതിയതാണ്. ഓ, അത് പോട്ടെ. നിങ്ങൾ പൂർവ്വദേശത്ത് നിന്ന് വരുന്നവരാണെന്നല്ലേ പറഞ്ഞത്? അതെ. നിങ്ങൾ ഈ രാത്രിയിൽ ഇവിടം വരെ എങ്ങനെ എത്തി? ഞങ്ങൾ ജ്യോതിഷികളാണ്. ഒരു ദിവ്യനക്ഷത്രം വാനിൽ ഉദിച്ചു. അതൊരു ശുഭലക്ഷണമാണ്. ആ ലക്ഷണം വെച്ച് ഞങ്ങൾ കണക്കുകൂട്ടിയപ്പോൾ ലോകത്തെ രണ്ടായി പിളർക്കാൻ ശക്തിയുള്ള ഒരു ശിശു ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഭൂമി രണ്ടായി പിളർക്കുമെന്നോ? അത്രയ്ക്ക് ശക്തനായ ആ ശിശു നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന യഹൂദന്മാരുടെ രാജാവായ ക്രിസ്തുവല്ലാതെ മറ്റാരാണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
ദാ വാനിലൂടെ ബെത്ലഹേം നഗരത്തിലേക്ക് നീങ്ങുന്ന ആ ദിവ്യ നക്ഷത്രത്തെ കണ്ടോ? ആ, ആ, ആ. ആ, ചലിക്കുന്ന നക്ഷത്രം, ചലിക്കുന്ന വാൽ നക്ഷത്രം. സത്യമാണ്, ഇത് സത്യമാണ്. രക്ഷകൻ പിറന്നിരിക്കുന്നു. യൂതന്മാരുടെ രാജാവ് പിറന്നിരിക്കുന്നു. യഹൂദരുടെ രാജാവ് പിറന്നിരിക്കുന്നു. ഓ യഹോവേ, എനിക്കും ആ ദിവ്യ ശിശുവിനെ ഒന്ന് കാണണം. എങ്ങനെയാ ഈ ഞൊണ്ടൻ കാലും വെച്ച് നടക്കുക? എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കണ്ടേ? ആ, അകത്തൊരുപാട് പഴങ്ങൾ ഇരിപ്പുണ്ട്. പഴം കൊടുക്കാം, പഴം കൊടുക്കാം. ഒത്തിരി പഴങ്ങൾ ഇരിപ്പുണ്ട്. ആ, അത് കൊടുക്കാം, അത് കൊടുക്കാം, അത് കൊടുക്കാം, അത് കൊടുക്കാം. എന്തെങ്കിലും സമ്മാനങ്ങൾ ഞാൻ കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ? എത്ര പോലെ പഴമുണ്ടായിരുന്നതാ. എല്ലാ കള്ളക്കൂട്ടങ്ങൾ കൊണ്ടുപോയി. വേണ്ട, ദിവ്യ ശിശുവല്ലേ, രാജാവല്ലേ പിറന്നിരിക്കുന്നത്. ഈ പാവപ്പെട്ടവന്റെ സമ്മാനം എന്തിനാ? ഏതായാലും ഞാനൊന്ന് കാണട്ടെ രാജാവിനെ. എത്ര കാലമായി ഈ മനസ്സൊന്ന് സന്തോഷിച്ചിട്ട്. ക്രിസ്തു ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ആ നാമം ഉച്ചരിക്കുമ്പോൾ പോലും എന്തൊരു ശക്തി, എന്തൊരു ഉണർവ്, എന്തൊരു സന്തോഷം. ഏയ് ജ്ഞാനികളെ, നിൽക്ക്, ഈ ഞൊണ്ടനും വരുന്നു. ഏയ് ജ്ഞാനികളെ, നിൽക്ക്, നിൽക്ക്, നിൽക്ക്. ഈ ഞൊണ്ടനും വരുന്നു. ഏ ജ്ഞാനികളെ, ഒന്ന് നിൽക്കുന്നേ, ഞാനും വരുന്നു. ഏയ് 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 നിൽക്ക്, ഞാനും വരുന്നെന്ന്. ഏ ഞൊണ്ടനും വരുന്നു. ഒന്ന് ഒപ്പമെത്താൻ പറ്റുന്നില്ലല്ലോ. ആ, 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 ആ. ദാ വാൽനക്ഷത്രം. നമ്മൾ പോകുന്ന വഴി വളരെ ശരിയാണ്. ആ, അതെ അതെ. വരൂ, നമുക്ക് വേഗം നടക്കാം. ദാ, ഓടുന്ന വാൽ നക്ഷത്രം ഞാനും കണ്ടേ. ജ്ഞാനികളെ, ഞാനും വരുന്നു. ഓടുന്ന വാൽ നക്ഷത്രം, എന്തൊരു അത്ഭുതം. ജ്ഞാനികളെ, നിക്കേ. ഇനി എങ്ങനെയാ ഒന്ന് ഒപ്പം എത്തുന്നത്? ഓ, ആ. ആ, അമ്മ വന്നല്ലോ. എടാ, അമ്മ വന്നു.
അമ്മ നല്ല ആട്ടിൻപാലാ, കുടിക്ക്. ഈ പാൽ കുടിക്ക്. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ എല്ലാരും കൂടെയുണ്ട്. അതെ അതെ, പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ എല്ലാവരും എങ്ങനെ അറിഞ്ഞു ഈ വിവരം? ഇവർ ആടുകൾക്ക് കാവൽ കിടക്കുകയായിരുന്നു. ചിറകു വെച്ച കുറച്ച് സ്ത്രീകൾ ആകാശത്ത് വന്ന് ഊത്തൂതിക്കൊണ്ട് നിന്നെന്ന്. മാലാഖയായിരുന്നു. അവർ പറഞ്ഞു ദാവീദിന്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ പറഞ്ഞെന്ന്. അത് കേട്ട പാതി ഞങ്ങളെല്ലാവരും ഇങ്ങു പോന്നു. രക്ഷകനെ ഞങ്ങൾ കണ്ടു, സന്തോഷമായി. നല്ല തണുപ്പ്. നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടായോ? എന്താ അങ്ങനെ പറയുന്നത്? അയ്യോ, ബുദ്ധിമുട്ടോ ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് സന്തോഷമുള്ള ദിവസമാണിന്ന്. ഞങ്ങളുടെ പുണ്യം. ഈ പാവങ്ങൾക്ക് രക്ഷകനെ കാണാൻ കഴിഞ്ഞല്ലോ. എടാ ദേടാ, ഞൊണ്ടലന്മാർ വരുന്നു. അയ്യോ, അയാൾ നമ്മളെ കണ്ട് തല്ലിക്കൊല്ലും. ഓടിക്കോ, വേഗം ഓടിക്കോ. നോക്കൂ, ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന്. എടാ ഞൊണ്ടനമ്മൾ നമ്മളെ കണ്ടില്ല. വാടാ, നമുക്ക് പോയി നോക്കാം. വേഗം വാ. ശ്രേഷ്ഠന്മാരെ, നിങ്ങൾ ആരെല്ലാമാണ്? എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ പൂർവ്വദേശത്തു നിന്ന് വരുന്നു. ദിവ്യശിശു ജനിച്ചിരിക്കുന്നുവെന്ന് ദിവ്യനക്ഷത്രം ഉദിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ദാ മുകളിൽ ആ വാൽനക്ഷത്രം വന്ന് നിൽക്കുന്നു.
ഞങ്ങൾ ഉണ്ണിക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമായി. നന്ദി, ഒരുപാട് നന്ദി. ഞാനൊരു പാവപ്പെട്ട ചുണ്ടന. ദിവ്യ ശിശുവിനെ കാണാൻ കഴിഞ്ഞത് എന്റെ മഹാഭാഗ്യം. ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ ഒന്നുമില്ല തരാൻ, ഒന്നുമില്ല. ഒന്നും വേണ്ട, ഈ സ്നേഹവും സന്തോഷവും മാത്രം മതി. നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നാ മതിയായിരുന്നു. ഒരുപാട് വീടുകൾ ഞങ്ങൾ സഹായത്തിനായി കയറിയിറങ്ങി. എന്നാൽ ആരും ഞങ്ങൾക്ക് വാതിൽ തുറന്നു നൽകിയില്ല. ഓ, വളരെ കഷ്ടമായി പോയി, വളരെ കഷ്ടമായി പോയി. എനിക്കൊരു സമ്മാനം തരണമെന്നുണ്ട്. ഞാൻ തന്നോട്ടെ? അതിനെന്താ, തന്നോളൂ. ഇതെന്റെ ഊന്നുവടിയാണ്. ഇതുകൊണ്ട് ഉണ്ണിവാവയ്ക്ക് പിന്നീട് കളിക്കാവല്ലോ. ഇത് ഇപ്പോൾ അങ്ങേക്ക് ആവശ്യമാണ്. ഒരാഗ്രഹമുണ്ട്, പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഈ പാവി ഉണ്ണിയെ ഒന്ന് തൊട്ടോട്ടെ? അതിനെന്താ, തൊട്ടോളൂ. സന്തോഷമായി, സന്തോഷമായി എനിക്ക്. ഞാൻ പോകുന്നു. ആവും ഞൊടരമാൽ, അയാളിനി വടിയില്ലാണ്ട് എങ്ങനെ നടക്കും? ഞങ്ങൾ പോവുക. നേരം വെളുക്കുന്നതിന് മുമ്പ് കൊട്ടാരത്തിലെത്തണം. സന്തോഷമായി ഞങ്ങൾക്ക്. വളരെ നന്ദി. ഏത് കൊട്ടാരത്തിന്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? ഹേറോദസ് രാജാവിന്റെ കൊട്ടാരത്തെക്കുറിച്ച്. മഹാരാജൻ ദിവ്യശിശുവിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കണ്ടുചെന്ന് പറയുവാൻ ഞങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. രാജാവിന് പോലും ആകാംക്ഷയായി കേട്ടോ നിങ്ങളുടെ ഈ കുഞ്ഞിന്റെ ജനനം. ഞങ്ങൾ യാത്ര പറയുന്നു. വന്ദനം. വന്ദനം.
ആ ഞൊണ്ടൻ മനുഷ്യന്റെ ചിന്ത എത്ര മഹനീയം. ദൈവത്തിന് കൊടുക്കുവാൻ ഒന്നുമില്ലെന്ന് കരുതുന്നവർ ധാരാളമാണ്. ഉള്ളതെല്ലാം കൊടുത്താൽ പിന്നീട് എങ്ങനെ ജീവിക്കും എന്നുള്ളത് പലരുടെയും സ്വാർത്ഥ ചിന്തയാണ്. ദൈവത്തോടുള്ള സ്നേഹമില്ലായ്മയാണ് ഈ ചിന്തകൾക്കെല്ലാം ആധാരം. സ്നേഹമാണ് കൊടുക്കുവാനുള്ള ശക്തി തരുന്നത്. സമ്പത്തും പ്രതാപവും നമ്മൾ കെട്ടിപ്പൊക്കുന്നതെന്തും ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചു പോകേണ്ടവരാണെന്ന് ആരും ഓർക്കുന്നില്ല. ദൈവത്തിന്റെ പരിപാലനയാണ് നമ്മെ പോറ്റുന്നത്. അല്ലാതെ നമ്മുടെ കൃഷിയോ കച്ചവടമോ ശമ്പളമോ അല്ല എന്നുള്ള സത്യം പലർക്കും അറിയില്ല. നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്തുന്ന ഊന്നുവടികളായ സമ്പത്തും കഴിവുമെല്ലാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. ഇല്ലാത്തവന് കൊടുക്കുക എന്നത് ദൈവത്തിന് കൊടുക്കുന്നത് പോലെയാണ്. ദൈവത്തിന് കൊടുക്കാൻ മടിക്കുന്നതിന്റെ പ്രധാന കാരണം നന്ദിയില്ലായ്മയാണ്. ഈ ജീവിതം പോലും ദൈവദാനമല്ലേ? വളരെ ശരിയാണ്. മനസ്സിന് എന്തൊരു സന്തോഷം, എന്തൊരാനന്ദം. ഞാൻ കണ്ടു ആ ദിവ്യ ശിശുവിനെ ഞാൻ കണ്ടു. എന്തൊരാനന്ദം. ആ അവൻ രക്ഷകൻ തന്നെ. ഞാൻ കണ്ടു. നന്ദി ദൈവമേ, നന്ദി. എന്റെ കാലിന്റെ വളവ് മാറി. ഇതെന്തൊരു അത്ഭുതം. ജന്മനാ മുടന്തുള്ള എന്റെ കാല് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഇത് കണ്ടോ? എന്റെ കാല് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. എന്റെ കാലിന് സൗഖ്യം കിട്ടിയിരിക്കുന്നു. യഹോവേ നന്ദി. ദൈവമേ നന്ദി. ദൈവമേ നന്ദി. അറിഞ്ഞോ മാളൂരെ, ബാത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ രക്ഷകൻ പിറന്നിരിക്കുന്നു. രക്ഷകൻ പിറന്നിരിക്കുന്നു. ക്രിസ്തു പിറന്നിരിക്കുന്നു. എല്ലാവരും അറിഞ്ഞോ മാളൂരെ, ക്രിസ്തു പിറന്നിരിക്കുന്നു. അമാലേട്ടോ, ഈ അമാലേട്ടൻ ഇത് എവിടെ പോയി കിടക്കുക? അമാലേട്ടാ,
തെറ്റായിപ്പോയി. അന്യന്റെ മുതൽ ആഗ്രഹിച്ചതും മോഷ്ടിച്ചതും തെറ്റായിപ്പോയി. മാപ്പ്. ഏക ആശ്രയമായ ഊന്നുവടി പോലും ആ ദൈവപുത്രന് നൽകുന്നുണ്ടപ്പോൾ ഞങ്ങൾ അതിശയിച്ചു പോയി. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾക്ക് മനസ്സിലായി. മാപ്പ് തരണം. ഈ ഊന്നുവടി മരിച്ചുപോയെന്റെ അപ്പൂപ്പന്റെയാ. ഇത് അമ്മാലിയേട്ടനെടുത്തോ. നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. ആ ശിശു രക്ഷകനായ ക്രിസ്തുവാണ്. ആ ശിശുവിനെ തൊട്ട നിമിഷം എന്റെ കാലിന്റെ മുടന്തു മാറി. ഇത് കണ്ടോ നിങ്ങൾ? എടാ മലയേട്ടന്റെ ഞണ്ടില് പോയി. ടിങ് ടിങ്